നമ്മൾ കേൾക്കാൻ പോകുന്നത് എ 100 മെമ്മറീസ് എന്ന കെ-ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെ കാണാൻ വന്നില്ലായിരുന്നോ? അതിനുശേഷം അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് കൂട്ടുകാരി അവിടെ മാറി നിൽപ്പുണ്ട്. ഹീറോയിൻ ഈ സ്ഥലത്തോട്ട് വന്നെന്നറിഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അവൾ ഇത് കണ്ട് ആകെ തകർന്ന് അവിടെ നിൽക്കുകയാണ്. കാരണം കൂട്ടുകാരി ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ കൂടെ അല്ലേ അത്. പിറ്റേ ദിവസം ഹീറോയിനെ അവളുടെ ബോസ് വിളിച്ചിട്ടുണ്ട്, പുതിയ സലൂണിലെ ബോസ്. ആ ബോസിന് ഹീറോയിനെ മോഡലിംഗിലോട്ട് ഇറക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മിസ് കൊറിയ ആവാൻ മത്സരിക്കണമെന്ന്. നേരത്തെ മത്സരിച്ചത് സാധാ ഒരു മോഡലിംഗ് മത്സരമായിരുന്നു. എന്നാൽ അവളോട് മിസ് കൊറിയ ആവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടും. അതുമല്ല, അവൾക്ക് പോവാനായിട്ട് കഴിയില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ അവൾക്ക് പഠിച്ച് കോളേജിൽ കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഈ മിസ് കൊറിയയുടെ പിന്നാലെ നടന്ന ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി കാരണം അവൾക്ക് അതിനോട് താല്പര്യമില്ല. അതുമല്ല, കോളേജിൽ പോകാനായിട്ട് പൈസ സ്വരുക്കൂട്ടണം, ഇല്ലെങ്കിൽ അവസാനം പൈസ ഇല്ലാതെ കോളേജിൽ പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ബോസിന് അറിയാം. ബോസിന് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബോസ് പറയും, നിനക്കൊരു കാര്യം അറിയാമോ, മിസ് കൊറിയ ജയിക്കുകയാണെങ്കിൽ 15 മില്യൺ വോണാണ് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിൽ എന്താ കിട്ടാൻ പോകുന്നത്, നിനക്കൊരു എക്സ്പീരിയൻസ് ആവും. മിസ് കൊറിയ മത്സരിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ജയിച്ചാൽ 15 മില്യൺ വോണാണ് കിട്ടാൻ പോകുന്നത്. അത് വെച്ച് നിനക്ക് കോളേജിൽ പോകാൻ പറ്റും. നിനക്ക് തീരുമാനിക്കാം, കോളേജിൽ പോകാം, നിന്റെ കുടുംബത്തിനെ നല്ല രീതിയിൽ നോക്കാം, നിനക്ക് അടിപൊളിയായിട്ട് പഠിച്ച് രക്ഷപ്പെടുകയും ചെയ്യാം, ആൾക്കാരുടെ മുമ്പിൽ അറിയപ്പെടുകയും ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഒന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഇത് വലിയൊരു മോട്ടിവേഷൻ ആണ്. അതിനകത്ത് ജയിച്ചാൽ ഇവൾക്ക് കോളേജിൽ പോകാൻ പറ്റും, അതിനുള്ള പൈസ കിട്ടും. ഇതും പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പോകും. ആ ലേഡിക്ക് നല്ല താല്പര്യമുണ്ട് ഹീറോയിനെ മിസ് കൊറിയ മത്സരത്തിലോട്ട് ഇറക്കണമെന്നേ. പക്ഷെ ഹീറോയിന് ആ ഒരു ഗതിയില്ല. ഇതിനുശേഷം ഹീറോയിൻ വീട്ടിൽ വന്ന് ഹീറോയിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. ഇതാണെങ്കിൽ അവൾക്ക് മിസ് കൊറിയ ആവാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മയോട് പറഞ്ഞ അമ്മ എന്ത് പറയും, ഇനിയിപ്പോൾ ഞാൻ കഷ്ടപ്പെടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ ഫുൾ സപ്പോർട്ടാണ്. നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്, മിസ് കൊറിയ ആവാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്, ഞാൻ നിന്റെ പിന്നാലെ തന്നെ കാണുമെന്ന്. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ സമാധാനം ഒന്നുണ്ട്. അതിലുപരി അമ്മയോട് പറയണം. ഹീറോ അമ്മയോട് പറയാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നീട് ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അമ്മയെ കാണാനായിട്ട് വീട്ടിന്റെ താഴെ വരുന്നുണ്ട്. ഇവര് മത്സരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. എന്തായാലും അമ്മയെ വന്ന് സഹായിക്കുന്നുണ്ട്. അമ്മ അവളെ ചെയ്ത് പറയും, നീ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന്. എന്നാൽ ഹീറോയിൻ എന്തോ പറയാനിരിക്കുന്നത് പോലെ അമ്മയ്ക്ക് മനസ്സിലായി. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും, അവൾക്ക് മിസ് കൊറിയ ആവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന്. അമ്മയ്ക്ക് ഇത് നേരത്തെ അറിയായിരുന്നു, അവൾ ഇങ്ങനെ തന്നെ പറയുമെന്ന്. അതുകൊണ്ട് തന്നെ അമ്മ ഞെട്ടുന്നൊന്നുമില്ല. അമ്മ അവളുടെ കൈ പിടിച്ചിട്ട് പറയും, നിനക്ക് മിസ് കൊറിയ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോ, നിന്റെ ചെറുപ്പത്തിലെന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും തന്ന് വളർത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫുഡിന് വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹീറോയിൻ ഒരു പേടിയുണ്ട്. ഇനിയിപ്പോൾ ഹീറോയിൻ മിസ് കൊറിയയുടെ പിന്നാലെ നടക്കുവാണെങ്കിൽ 1 മാസത്തോളം അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മേനെ സഹായിക്കാൻ പറ്റത്തില്ല. അമ്മ ഈ കടയുടെ വാടക അടയ്ക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അവൾ മിസ് കൊറിയയ്ക്ക് പോവാതിരിക്കുന്നത്. ഇതറിയാവുന്ന അമ്മ പറയും, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ജയിക്കുകയാണെങ്കിൽ 15 മില്യൺ ആണ് കിട്ടാൻ പോകുന്നത്, നിന്റെ ജീവിതം അടിപൊളിയാവും. അമ്മ കരയുന്ന രീതിയിലാണ് അവളോട് പറയുന്നത്. കാരണം അമ്മയ്ക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. ചെറുപ്പകാലത്തൊന്നും ഹീറോയിന് നല്ല രീതിയിൽ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള കുട്ടികൾ വളർന്നതുപോലെ ഹീറോയിനെ വളർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ കുറ്റബോധമുണ്ട്. ഹീറോയിൻ മിസ് കൊറിയയ്ക്ക് പോവാണെങ്കിൽ അമ്മ ഫുൾ സപ്പോർട്ടാണ് പറയുന്നുണ്ട്. ഹീറോയിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ഹീറോയിൻ ബോസിനെ വന്ന് കാണും. ബോസിനോട് കാര്യം പറയും, അവൾക്ക് മിസ് കൊറിയ ആവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന്. ബോസിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ സമയം കൂട്ടുകാരി കാണിക്കുകയാണെങ്കിൽ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അവൾക്ക് നല്ല വിഷമമുണ്ട്. അവള് കഴിഞ്ഞ ദിവസം എന്താണ് കണ്ടത്, ഹീറോയിന് ഉമ്മ വയ്ക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇതിനുശേഷം കൂട്ടുകാരി ഹീറോയിന്റെ ചേട്ടനെ ചെന്ന് കാണും. ഇപ്പൊ അവൾക്ക് സങ്കടങ്ങൾ പറയാനായിട്ട് ഒരാളെ ഉള്ളൂ. ഹീറോയിനെ ഇപ്പം കാണാൻ പോകുന്നത് അവൾക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അവൾ എന്തോന്ന് പറഞ്ഞ അവളോട് പറയാനാണ്. ചേട്ടന് മനസ്സിലായി കൂട്ടുകാരി ഇവിടെ നിപ്പുണ്ടെന്ന്. ചേട്ടൻ വന്ന് നോക്കുമ്പോൾ കൂട്ടുകാരിനെ കാണുന്നില്ല. കൂട്ടുകാരി അടുത്ത സൈഡിൽ കൂടെ ഇറങ്ങി വരും. എന്തായാലും ചേട്ടനെ കറങ്ങാൻ പോകാനായിട്ട് വിളിക്കും. ഇവർ രണ്ടുപേരും കൂടെ ബേസ്ബോൾ കളിക്കാനാണ് വരുന്നത്. കൂട്ടുകാരി ആദ്യം തന്നെ കോർട്ടിൽ കയറി കളിക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബോളെല്ലാം മിസ്സായി പോവാണ്. ചേട്ടൻ അങ്ങനെ അടി ഇങ്ങനെ അടി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അവളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് ചേട്ടനെ കോർട്ടിൽ കയറ്റി വിടും. ചേട്ടൻ അടിപൊളിയായിട്ട് ബേസ്ബോൾ കളിക്കുന്നുണ്ട്. ഇത് കാണുന്ന കൂട്ടുകാരി ഇംപ്രസ് ആയിട്ട് എന്ത് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. പിന്നീട് ബേസ്ബോളൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകും. ഈ കൂട്ടുകാരിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അവൾ ഉരുകിയ ഐസ്ക്രീമാണ് തിന്നുന്നത്. മീൻസ് ആ ഐസ്ക്രീം വെള്ളമായി മാറിയിട്ടുണ്ട്. അവളുടെ കയ്യിലെല്ലാം ഒലിക്കുന്നുണ്ട്. ഇത് കാണുന്ന ചേട്ടൻ അവളുടെ ഇരിക്കുന്ന ഐസ്ക്രീമും ചേട്ടൻ്റെ ഇരിക്കുന്ന ഐസ്ക്രീമും എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് കളയും. കാരണം അത് ഒരുപാട് അഴുക്കാവുന്നുണ്ട് ദേഹം. അതുകൊണ്ടാണ്. അവൾക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് ചേട്ടന് മനസ്സിലായി. ചേട്ടൻ അവളോട് ചോദിക്കും, എന്താ വിഷമമെന്ന്. പക്ഷേ അത് കൃത്യമായിട്ട് പറയണമെന്നൊന്നും പറയുന്നില്ല. എന്തിനാ വിഷമിക്കുന്നതെന്നേ ചോദിക്കുന്നുള്ളൂ. കൂട്ടുകാരിക്ക് മനസ്സിലായി ചേട്ടൻ ഒരു മൈൻഡ് റീഡർ ആണെന്ന്. കാരണം അവള് പറയുന്നത് ചേട്ടൻ കൂട്ടുകാരി സ്പെഷ്യലിസ്റ്റ് എന്നാണെന്നാണ്. കൂട്ടുകാരിയുടെ മൈൻഡിൽ എന്താണോ അത് കറക്റ്റായിട്ട് പറയുന്നില്ലേ. അവൾക്ക് വിഷമമുള്ളപ്പോൾ ചേട്ടൻ അത് മനസ്സിലാക്കുന്നുണ്ട്, സന്തോഷമുള്ളപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവളോട് കാര്യം തിരക്കുമ്പോൾ അവള് പറയും, ചിലപ്പോൾ സ്നേഹം കൊണ്ടാവാം, അല്ലെങ്കിൽ ജലസ് കൊണ്ടാവാം, ആർത്തി കൊണ്ടാവാം, എന്തൊക്കെയോ കൊണ്ട് എന്റെ മനസ്സിന് വിഷമമുണ്ടെന്ന്. ചേട്ടനോട് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നില്ല. ചേട്ടൻ അവളെ വീട്ടിൽ പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. ചേട്ടന്റെ വീട്ടിലെ അമ്മയുടെ കടയില്ലേ, അവിടെ
അവിടെ പോകാനായിട്ട്. എന്നാൽ അവൾക്ക് വരാൻ താല്പര്യമില്ല. ഹീറോയിനെ കാണാൻ പറ്റുമെന്ന് ചേട്ടൻ പറയുമ്പോൾ അതുകൂടെ കേൾക്കുമ്പോൾ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇന്നില്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയും. ഇപ്പൊ ഹീറോയിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചേട്ടൻ ഹീറോയിനെ പറ്റി പറയും, അവൾ മിസ് കൊറിയയ്ക്ക് മത്സരിക്കാൻ പോവാണെന്ന്. ഇത് കേൾക്കുന്ന കൂട്ടുകാരിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അവൾക്കൊരാഗ്രഹം, അവൾക്ക് മിസ് കൊറിയയ്ക്ക് മത്സരിക്കണമെന്ന്. കാരണം അവൾ ആഗ്രഹിച്ച ജീവിതമാണ് ഹീറോയിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടനോട് ടാറ്റയും പറഞ്ഞിട്ട് നേരെ അമ്മേനെ ചെന്ന് കാണും. അമ്മയോട് പറയും അവളുടെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് മിസ് കൊറിയ ആവാനായിട്ട്. അമ്മ എതിര് നിന്നുകൊണ്ടാണ് ഞാൻ മിസ് കൊറിയ ആവാഞ്ഞത്, എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന്. അമ്മയ്ക്ക് അവളെ മിസ് കൊറിയയ്ക്ക് വിടാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താന്നല്ലേ? അമ്മ ഉറപ്പിച്ചു തന്നെ പറയും, നീ ജയിക്കുമെന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ മിസ് കൊറിയയ്ക്ക് പോയാൽ മതിയെന്ന്. ഈ അമ്മയ്ക്ക് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്ന ഒരു മകളെയാണ് വേണ്ടത്. അതിൽ പോയാൽ ജയിച്ചിട്ട് വേണം വരാൻ എന്നാണ് പറയുന്നത്. പക്ഷേ കൂട്ടുകാരി തളരുന്നൊന്നുമില്ല. അതിൽ പോയ എന്തായാലും ട്രോഫി കൊണ്ടേ വരത്തോളെന്ന് അമ്മയോട് പറയും. അമ്മ അപ്പം മിസ് കൊറിയയ്ക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കൂട്ടുകാരിയും കൊണ്ടിട്ട് പഴയ സലൂണില്ലേ, ആ സലൂണിലെ ബോസും മാനേജറും കൂടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകും. മിസ് കൊറിയയ്ക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി നല്ല രീതിയിൽ പൊക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് മിസ് കൊറിയ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ നേരം ഓപ്പോസിറ്റ് സലൂണില് ഹീറോയിൻ ഇപ്പം വർക്ക് ചെയ്യുന്ന സലൂണിലെ ബോസ് വരും. ബോസിനെ കണ്ട ഉടനെ ഇവർ ഭയങ്കര കാര്യത്തിൽ ചെല്ലും. ആ ബോസിനെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങോട്ട് ചെന്നത്. നിങ്ങളുടെ മിസ് കൊറിയ എന്ത് ചെയ്യും, മിസ് കൊറിയ എപ്പം വരുമെന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും രണ്ട് എതിരാളികളാണ്. എന്നാൽ പുതിയ ബോസ് വലിയ മൈൻഡ് നോക്കുന്നില്ല ഇവരുടെ സലൂണിനെ. ഞങ്ങളുടെ മിസ് കൊറിയെ കാണാന്ന് പറഞ്ഞിട്ട് പുതിയ ബോസ് ഹീറോയിനെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരും. പഴയ ബോസിന് മനസ്സിലാവത്തില്ല അത് ഹീറോയിൻ ആണെന്ന്. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഹീറോയിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയും. പക്ഷെ മാനേജർ പറഞ്ഞു കൊടുക്കും അത് നമ്മുടെ ഹീറോയിൻ തന്നെയാണെന്ന്. ഇത് കണ്ട് അവര് ഞെട്ടുന്നുണ്ട്. കാരണം ഹീറോയിൻ, അവരെ അടിച്ചു താഴ്ത്തി വിട്ട ഹീറോയിൻ ആണ് ഇപ്പൊ മിസ് കൊറിയയ്ക്ക് മത്സരിക്കാൻ പോകുന്നത്. ഇത് കണ്ട അവർക്ക് സഹിക്കോ? ഇല്ല. അതുപോലെ ഹീറോയിൻ നോക്കുമ്പോൾ കൂട്ടുകാരി തന്നെയാണ് കാണുന്നത്. രണ്ടുപേരും കൂടെ സ്തംഭിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. കൂട്ടുകാരിക്ക് നേരത്തെ അറിയായിരുന്നു ഹീറോയിൻ ഇവിടെ വരുമെന്ന്. എന്നാൽ ഹീറോയിൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് ഹീറോയിൻ കൂട്ടുകാരിയും വിളിച്ചുകൊണ്ട് വന്ന് മാറിയിരിക്കും. കൂട്ടുകാരിയോട് അറച്ചറച്ച് കാര്യം പറയും. ഹീറോയിനും എവളും പ്രണയത്തിലായെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് കൂട്ടുകാരിക്ക് നേരത്തെ അറിയാലോ. ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ട് അറച്ചറച്ച് പേടിച്ചാണ് പറയുന്നത്, അവൾ എന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ കൂട്ടുകാരി പറയും, എനിക്കറിയാം നീ ഹീറോയിനും കമ്മിറ്റഡ് ആയെന്ന്, അതൊന്നും സാരമില്ല. പക്ഷെ എനിക്ക് മിസ് കൊറിയ വേണം, നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം. ഇതിൽ കള്ളത്തരമൊന്നും വേണ്ട, നമുക്ക് ഫെയർ ആയിട്ട് മത്സരിക്കാം, ഒരാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കൈ കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് സന്തോഷവും. അതുപോലെ തന്നെ കൂട്ടുകാരി മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് ഉള്ളിലൊരു വിഷമമുണ്ട്. അത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വിഷമമെന്ന്. ഇതിനുശേഷം പ്രാക്ടീസ് ആണ് മിസ് കൊറിയ ആവാനായിട്ട്. ഇത് നടക്കുന്നതിനൊക്കെ ഒരു വാക്കിംഗ് സ്റ്റൈലുണ്ട്. ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവളുടെ ശരീരം അങ്ങോട്ട് വഴങ്ങുന്നില്ല. അവൾ എപ്പോഴും ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ. അതുകൊണ്ട് തന്നെ ശരീരം വഴങ്ങുന്നില്ല. എന്നാൽ കൂട്ടുകാരി തുടക്കത്തിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ആവുമ്പോൾ ഹീറോയിനും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ അമ്മേനെ കാണിക്കുമ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മോള് മിസ് കൊറിയയ്ക്ക് മത്സരിക്കാൻ പോവല്ലേ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷപ്പെട്ട് പോകുമ്പോൾ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നുണ്ട്, ഓ അതൊന്നുമില്ല, അത് മിസ് കൊറിയ അല്ലേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പിള്ളേര് അവിടെ ഒരു ബാനർ വലിച്ചു കെട്ടുന്നുണ്ട്. കൂട്ടുകാരൻ, അനിയൻ, അനിയത്തി, കണ്ണാടി കൂട്ടുകാരി, ഇവരെല്ലാരും കൂടെ ബാനർ വലിച്ചു കെട്ടുമ്പോൾ അത് ശരിയാവുന്നില്ല. അമ്മ വന്ന് കൂട്ടുകാരനെ ചീത്ത പറയും, നേരെ വലിച്ചിട്ടറാന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരൻ സോപ്പിടും, നിങ്ങൾ മിസ് കൊറിയയുടെ അമ്മയില്ലേ, അപ്പൊ അതനുസരിച്ച് വേണ്ടേ സംസാരിക്കാനെന്ന്. ഇത് കേൾക്കുന്ന അമ്മ മാനിയായിട്ട് സംസാരിക്കും. അതെയോ, നാണിച്ചിട്ടെ, കാരണം അമ്മേനെ പുകഴ്ത്തിയതല്ലേ മിസ് കൊറിയയുടെ അമ്മയെന്ന് പറഞ്ഞിട്ട്. ആ നേരം അങ്ങോട്ട് വക്കീൽ കൂട്ടുകാരൻ വരും. വക്കീൽ കൂട്ടുകാരൻ ഹീറോയിനെ കാണാനാണ് വന്നത്. എന്നാൽ കാണാൻ പറ്റില്ല, അവള് പ്രാക്ടീസിലാണ്. എന്നാ പിന്നെ നമുക്ക് ഒരു സ്ഥലം വരെ കഴിക്കാൻ പോയാലോ എന്ന് ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കും, വക്കീൽ കൂട്ടുകാരുടെ ചെലവില്. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെല്ലാരും സന്തോഷപ്പെടും. അമ്മ സമ്മതിക്കുകയും ചെയ്യും. അമ്മ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ സമ്മതിക്കും. അതിനെന്താ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഹീറോയിന് ട്രീറ്റ് കൊടുക്കാനാണ് വന്നത്. എന്നാൽ ഹീറോയിൻ ഇല്ലാത്തതുകൊണ്ട് ഫാമിലിക്ക് ട്രീറ്റ് കൊടുക്കാന്ന് കരുതി. കട്ട് ചെയ്താൽ ഹീറോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫോൺ റിങ്ങിയാണ്. ഓടി വന്നെടുക്കുന്നത് നമ്മുടെ ഹീറോയാണ്. ഹീറോ വന്നെടുക്കുമ്പോൾ ഫോണിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? ഹീറോ അവിടെ ഉണ്ടോന്ന്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. എന്താ ഇത്, എന്റെ മിസ് കൊറിയാണോ വിളിക്കുന്നത് എന്ന് ഹീറോ തിരിച്ച് ചോദിക്കും. ഹീറോയ്ക്ക് അവളെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് അവളോട് പറയും, എനിക്ക് നിന്നെ കാണണം, ഇപ്പൊ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നല്ലതെന്ന്. എന്നാ പിന്നെ മോൻ ഒരു 10 വരെ എണ്ണിക്ക്, നീ 10 വരെ എണ്ണണേ മുമ്പ് ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അവൻ പതിയെ ചെന്ന് ഡോറ് തുറക്കും. അത് ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ ഓടിപ്പടച്ച് വന്നിട്ടുണ്ട്. ഫോൺ വിളിച്ച് ഓടിപ്പിടച്ച് വന്നതാണ്. ഹീറോയ്ക്ക് ഇത് കണ്ട് സന്തോഷമായിട്ട് അവളെ കയറി കെട്ടിപ്പിടിച്ച് എടുത്ത് കറക്കും. അത്രയും സന്തോഷമാവുന്നുണ്ട്. രണ്ടുപേരും കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധമുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കും. ഹീറോയിൻ അവന് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കഴിക്കുന്നില്ല കേട്ടോ, കാരണം അവള് മിസ് കൊറിയയ്ക്ക് മത്സരിക്കില്ലേ. അതുകൊണ്ട് തന്നെ തടി വയ്ക്കുക എന്നുള്ള പേടി കാരണം കഴിക്കുന്നില്ല. എന്നാൽ ഹീറോ നിർബന്ധിക്കും, ഇന്ന് കുറച്ച് കഴിയെന്ന് പറഞ്ഞിട്ട്. അതുമല്ല, ഇനി 1 മാസം കഴിഞ്ഞേ കാണാൻ പറ്റൂ. കാരണം ഇവർക്കൊരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസ് മിസ് കൊറിയയ്ക്ക് മുൻപ് 1 മാസം മുൻപാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. ഹീറോയ്ക്ക് വിഷമാവുന്നുണ്ട്, എന്റെ എലിക്കുട്ടീനെ എങ്ങനെ കാണാതിരിക്കുന്നു, അവളുടെ മുഖം കണ്ടാൽ നമ്മുടെ ഹാംസ്റ്ററിനെ പോലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ പറയും, ഇത്രയും ഭംഗിയുള്ള എലിക്കുട്ടീനെ ഞാൻ എങ്ങനെ കാണാതിരിക്കുമെന്ന്. ഹീറോയിൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്നെ മറക്കോ 1 മാസം കഴിയുമ്പോഴെന്ന്. ഹീറോ എന്തായാലും മറക്കത്തില്ലല്ലോ. ഇതിനുശേഷം രണ്ടുപേരും കൂടെ വീട്ടിൽ പോവാണ്. കൈയൊക്കെ പിടിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് പോകുന്നത്. പതിയെ നടന്നിട്ട് പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ വീട്ടിലെത്തി.
വീട്ടിലെത്തി. കാരണം ഇവര് തമ്മിൽ പ്രണയത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഭയങ്കര വിഷമം ഹീറോയിനെ വിട്ടു പോകാനായിട്ട്. ഹീറോയിനും അതിന് താല്പര്യമില്ല. എന്നാ പിന്നെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവന്റെ കൈ പിടിച്ചിട്ട് ഹീറോന്റെ വീട്ടിലോട്ട് നടന്നു പോകും. പതിയാണ് നടന്നു പോകുന്നത്. എന്നാലും പെട്ടെന്ന് ഹീറോന്റെ വീട്ടിലെത്തി. ഇവർക്ക് തമ്മിൽ പിരിയാൻ പറ്റുന്നില്ല. ഇനി 1 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹീറോ പറയും വീണ്ടും ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് ഹീറോയിന്റെ വീട്ടിന്റെ അവിടെ പോകും. ഇപ്പൊ എത്ര തവണയായി? 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? ഹീറോയ്ക്ക് അവളെ വിട്ട് പിരിയാൻ വയ്യ. എന്നെ വിട്ട് പോവല്ലേ, നീ എന്ത് ഭംഗിയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ രണ്ടുപേരും കൂടെ ഈ ഉമ്മ വയ്ക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. ആ കാറിൽ വക്കീൽ കൂട്ടുകാരൻ, അമ്മ, അതുപോലെ കണ്ണാടി കൂട്ടുകാരി, അനിയൻ, അനിയത്തി, ഇവര് എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഹീറോയിനും ആകെ നാണം കെട്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. വക്കീൽ കൂട്ടുകാരന് ചെറിയ വിഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കോമഡി സീനായിട്ടാണ് കാണിക്കുന്നത്. എന്നാലും അവന് വിഷമാവുന്നുണ്ട്. അമ്മയ്ക്കാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഹീറോയിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതായത് ഹീറോയിനെ വളച്ചെടുക്കുമെന്ന്. ഹീറോയിൻ അവന് ഇഷ്ടമായിരുന്നു, എന്നാൽ പ്രതീക്ഷിച്ചില്ല ഇവരാരും. ഇതിനുശേഷം ഹീറോയിൻ റൂമിൽ പോയിട്ട് അവളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യും. കാരണം നാളെ അവൾക്ക് പ്രാക്ടീസിന് പോകേണ്ടതാണ്. 1 മാസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരാൻ പറ്റൂ. കൂട്ടുകാരികള്, കണ്ണാടി കൂട്ടുകാരിയും കുട്ടിമുടി കൂട്ടുകാരിയും കൂടെ ഹീറോയിന്റെ അവിടെ വന്നിട്ട് എന്താ മോളൂസ്, നീ അവനെ വളച്ചെടുത്തല്ലേ, എപ്പോഴാ നിങ്ങൾ ഉമ്മ വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിന് പറയാൻ താല്പര്യമില്ല. എന്നാ പിന്നെ നീ പറയണ്ടേടി, നിന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോലും ഞങ്ങളെ വിളിക്കണ്ട, നിന്റെ കല്യാണത്തിന് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടുകാരികളും പിണങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ കാര്യം പറയും. ഹീറോ അവളെ കാണാനായിട്ട് അന്ന് മോഡലിംഗ് കോമ്പറ്റീഷന് വന്നു, അങ്ങനെ ഉമ്മ കൊടുത്തതാണെന്ന്. ഇത് കേൾക്കുന്ന കൂട്ടുകാരികളാണെങ്കിൽ ആകെ നാണിച്ച് ഹീറോയിനെ കളിയാക്കും. ഓ എന്താ അടിപൊളിയാ, എന്താ അടിപൊളി റൊമാൻറ്റിക് സ്റ്റോറിയാണെന്ന്. ഹീറോയിൻ അങ്ങ് ഇരുന്ന് ഉരുകയാണ്. പിറ്റേ ദിവസം ആ സ്ഥലമാണ് കാണിക്കുന്നത്. മോഡലിംഗ് കോമ്പറ്റീഷന് മിസ് കൊറിയയ്ക്ക് മത്സരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും കൂടെ ഒരു സ്ഥലത്ത് കൂട്ടും. ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും താമസിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കൂട്ടുകാരി അവിടെ വന്ന് നിൽപ്പുണ്ട്. ഹീറോയിൻ താമസിച്ചിട്ടാണ് വരുന്നത്. ഓടിപ്പടച്ച് മറിഞ്ഞ് വീണിട്ടൊക്കെയാണ് വരുന്നത്. അവളുടെ കയ്യിലിരിക്കുന്ന ബാഗൊക്കെ പോകുന്നുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെ ഓടിപ്പടച്ച് കൂട്ടുകാരിയുടെ അടുത്ത് വന്ന് നിൽക്കും. ഹീറോയിൻ ഈ വെപ്രാളപ്പെട്ട് വന്നത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന 2 പെൺകുട്ടികൾ പറയുന്നുണ്ട് എല്ലാ വർഷവും മിസ് കൊറിയ കിട്ടാൻ പോകുന്നത് ആ പ്രത്യേകതരം സലൂണിനാണ്. ഹീറോയിൻ വർക്ക് ചെയ്യുന്ന സലൂൺ ഇല്ലേ അതിനാണെന്ന്. എന്നാൽ ഇപ്രാവശ്യം കിട്ടത്തില്ല, കാരണം ഹീറോയിനെ പോലെ ഒരു പെൺകുട്ടിക്ക് എന്തായാലും കിട്ടത്തില്ല എന്ന്. ഇവിടെ ഇത്രയും വെപ്രാളപ്പെട്ട് വന്നുകൊണ്ട് അവൾ എന്തായാലും മിസ് കൊറിയ ആവത്തില്ല എന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടികൾ. അസൂയ കൊണ്ടാവണം. ഇതിനുശേഷം ചെറിയൊരു പ്രസംഗമാണ്. ഇവിടുത്തെ കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതുമല്ല ഇവർക്കൊരു ലീഡറിനെ വേണം ഇവരെല്ലാരെയും നയിക്കാനായിട്ട്. ആര് ലീഡർ ആവുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കൂട്ടുകാരി കൈപൊക്കും. എനിക്ക് ലീഡർ ആവണമെന്ന് പറയും. എല്ലാവരും കൈയടിക്കും. കാരണം ഇത്ര പെട്ടെന്ന് ഒരാൾ ലീഡർ ആവണമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യമെങ്കിലും ലീഡർ ആവണമെന്ന് പറഞ്ഞിട്ടാണ് ലീഡർ അയക്കുന്നത്. അവരും അതിന് സമ്മതിക്കും ലീഡർ ആവാനായിട്ട്. പിന്നീട് ഇവരെ റൂം തെരഞ്ഞെടുക്കലാണ്. നറുക്കെടുത്തിട്ടാണ് റൂം തെരഞ്ഞെടുക്കുന്നത്. എങ്ങനെയൊക്കെയോ ഹീറോയിനും കൂട്ടുകാരിക്കും ഒരേ റൂമാണ് കിട്ടുന്നത്. ഒരു റൂമിൽ 2 പേര്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ റൂമിൽ പോകും. കൂട്ടുകാരിക്ക് ആ റൂം കണ്ടിട്ട് വളരെയധികം ചെറുതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഹീറോയിന് അത് വലിയൊരു റൂമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവള് ചെറിയ റൂമിലല്ലേ താമസിച്ചിട്ടുള്ളത്, കൂട്ടുകാരി വലിയ റൂമിലും. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ഈ കൂട്ടുകാരി ഹീറോയിനോട് വലിയ അടുപ്പം കാണിക്കുന്നില്ല, ഇത്തിരി അകൽച്ച പാലിക്കുന്നുണ്ട്. കാരണം ഹീറോയും അവള് കമ്മിറ്റഡ് ആയല്ലോ, അതുകൊണ്ടാവണം. ആ ഒരു ചെറിയ വാശി ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ അപ്പുറത്തെ റൂമിലെ ആൾക്കാരുമായിട്ട് കൂട്ടുകൂട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ജസ്റ്റ് പരിചയപ്പെടാനായിട്ട്. ഹീറോയിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നത്. ഹീറോയിനും മനസ്സിലാവുന്നുണ്ട് അവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. കട്ട് ചെയ്താൽ കുട്ടിമുടി കൂട്ടുകാരിയും മോളെയാണ് കാണിക്കുന്നത്. കുട്ടിമുടി കൂട്ടുകാരിക്ക് ജോലിക്ക് പോകണം. എന്നാൽ കുട്ടീനെ ഏൽപ്പിക്കാനായിട്ട് ആരുമില്ല. ഇന്ന് എല്ലാവരും നല്ല തിരക്കാണ്. എന്നാൽ നമ്മുടെ കൂട്ടുകാരൻ മാത്രമുണ്ട്. കൂട്ടുകാരൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്കിളിനെ വിഷമിപ്പിക്കാനൊന്നും പാടില്ല, അങ്കിള് പറയുന്നതൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടിമുടി അവിടെ നിന്ന് പോകും. കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടേ കുട്ടീനെ നോക്കാനായിട്ട്. അവള് പോയ ഉടനെ അങ്ങോട്ട് ഡ്രൈവർ പഞ്ചാരക്കുട്ടം വരും. പഞ്ചാരക്കുട്ടം വന്നിട്ട് എന്താ പറയുന്നത്, ഇത് എന്റെ മോളല്ലേ, ഞാൻ നോക്കിക്കോളാന്ന്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. കൂട്ടുകാരൻ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം ആ കുട്ടിയുടെ അച്ഛനല്ലേ. അതുമല്ല കുട്ടിമുടി ഏൽപ്പിച്ചിട്ട് പോയതാണ്, അവൻ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് കുട്ടിമുടിയോട് ചെയ്യുന്ന ഒരു തെറ്റ് പോലെയല്ലേ. എന്തായാലും അവ അച്ഛനായോണ്ട് കൂട്ടുകാരൻ വിട്ടുകൊടുക്കുന്നുണ്ട് കുട്ടീനെ. കുട്ടിയും അയാളുടെ കൂടെ പോകുന്നുണ്ട്, കാരണം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തതല്ലായിരുന്നോ. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു ചന്തയിൽ പോകും. അവിടെ പോയിട്ട് ആ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ് ഇയാള്. ആ കുട്ടീനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു സൈഡിലാക്കിയിട്ട് ഇയാള് ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്. എന്റെ കുട്ടിക്ക് രാജകുമാരി ഇടുന്ന പോലത്തെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇവന്റെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ എല്ലാ പെൺപിള്ളേരുടെ പിറകെ നടക്കുന്നില്ല, നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുന്നുണ്ട് അവൻ. ഇവൻ ഈ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിൽ ഈ കുട്ടി എങ്ങോട്ട് ഓടിപ്പോകും. ഇവൻ അത് കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇവൻ ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നത്. ഡ്രസ്സ് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ചിട്ട്. അവൻ നോക്കുമ്പോൾ കുട്ടീനെ കാണുന്നില്ല. ആകെ വെപ്രാളപ്പെട്ട് അവിടെ എല്ലാം തപ്പും. രാത്രിയായിട്ടും കുട്ടീനെ കാണുന്നില്ല. എല്ലാരും തപ്പുന്നുണ്ട്. ഹീറോയിൻ അമ്പ, കൂട്ടുകാരൻ, പഞ്ചാരക്കൂട്ടൻ, കണ്ണാടി കൂട്ടുകാരി എല്ലാരും തപ്പുന്നുണ്ട്. ഇതൊരു കുട്ടീനെ കിട്ടിയിട്ടില്ല. ആ സമയം അങ്ങോട്ട് കുട്ടിമുടി ഓടി വരും ടാക്സിയൊക്കെ വിളിച്ചിട്ട്. അവള് വന്നിട്ട് അവനെ ഇട്ട് അടിക്കും. എന്താടാ നീ ചെയ്ത് എന്റെ കുട്ടീനെ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവന് യാതൊരു മറുപടിയില്ല. അവനൊരിക്കലും വിചാരിച്ചില്ല കുട്ടി അവിടെ നിന്ന് പോവുമെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ അടി കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവനാകെ തകർന്നിട്ടുണ്ട്. അതുപോലെ കുട്ടിമുടി ആകെ തകർന്നിട്ടുണ്ട്. നല്ല വിഷമമൊന്നുണ്ട്, കുട്ടീനെ കാണാതെ പോയതല്ലേ. ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ കൂട്ടുകാരൻ ആകാശത്ത് നോക്കുമ്പോൾ ഒരു പട്ടം ഇങ്ങനെ പറക്കുന്നുണ്ട്. ആകാശത്തെ ഈ രാത്രി ആരാണ് പട്ടം പറത്തുന്നത്? അതുമല്ല കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്കിളെ എനിക്ക് പട്ടം പറത്താൻ പോണ ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് കേട്ടതുകൊണ്ട് കൂട്ടുകാരന് മനസ്സിലായി ചില
ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടും, എനിക്ക് കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നാലെ തന്നെ അവർ ഓടുന്നുണ്ട്, ഡ്രൈവറും കുട്ടിമൂടിയും കൂടെ ഓടുന്നുണ്ട്. ഇതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.